വെൽക്കം ബാക്ക്. പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ഞങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഇന്നത്തെ ഞായറാഴ്ച എന്തൊക്കെയാണ്, എവിടേക്കാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ ഈ ഒരു ബ്ലോഗിൽ നമുക്ക് കാണിക്കാം. ഇന്ന് ഒരുപാട് പ്രോഗ്രാംസുകളുള്ള ദിവസമാണ്. പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു വലിയ കുട്ടിയെ ചടങ്ങുണ്ട്, പിന്നെ ഞങ്ങളുടെ വല്യച്ഛൻ്റെ 41 പിന്നെ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്. ഹൗസ് വാമിങ് ഏതാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഞെട്ടും, അത് നമുക്ക് വഴിയേ അറിയാം. അപ്പോൾ ഇന്നത്തെ ദിവസം അതായത് ഞായറാഴ്ച ദിവസം എന്തൊക്കെയാണ് എൻ്റെ ബിസികൾ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. വാ ഗൈസ്. അപ്പോൾ നമ്മൾ ആമീൻ്റെ പരിപാടിക്ക് പോകാം കേട്ടോ. ഇതാണ് ആമീൻ്റെ പരിപാടിക്കുള്ള ഡ്രസ്സ്. അപ്പോൾ കിച്ചുമോൻ ഡ്രസ്സ് ഇതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ ഗൈസ്, ബാക്കി അടച്ചു പറ്റും. ഇതാ അപ്പോഴേക്കും ആമി സുന്ദരി കുട്ടിയെ ഒരുങ്ങി റെഡിയായി നിൽപ്പുണ്ട് കേട്ടോ. എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ, അവരുടെ കുടുംബക്കാരെല്ലാം ഉണ്ട്. കോഴിക്കോട് ടീംസ് ഫുള്ള് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഡ്രസ് കോഡായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം റൈഹാനത്ത് ഡ്രസ് കോഡായിരുന്നു. ഇപ്പോൾ ആദ്യമായിരുന്നു അവളെ മേക്കപ്പ് ചെയ്ത്, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാനിരുന്നു. ആമി എല്ലാവരും കൂടി ഇരുന്നു. ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ. 2-3 ട്രിപ്പിലായിട്ടൊക്കെയാണ് ഇരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വരിക കേട്ടോ. ഫ്രഷ് ഫുഡ് ഉണ്ടോ ഗൈസ്? ഒന്നുകൂടി പറിക്കട്ടെ, വേണ്ട അവരെന്നെ കൊല്ലു. ഫ്രഷ് ഫുഡ്. അങ്ങനെ ഞങ്ങൾ ആമീൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു വീട്ടിലേക്ക് വരികയാണ്. ഞാൻ അടുത്ത പരിപാടിക്ക് പോകാൻ നോക്കുകയാണ് ഗൈസ്. എന്താണ് മലബാർ ഗോൾഡിൻ്റെ ബോർഡൊക്കെ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വിചാരിക്കും ഗൈസ്. ഇന്ന് മലബാർ ഗോൾഡിൻ്റെ മുതലാളിയായ ഫൈസൽ ഖാൻ്റെ വീട്ടിൻ്റെ ഹൗസ് വാമിംഗ് ആണ് ഗൈസ്. ഞങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു, ചെറിയൊരു ഇൻഫ്ലുവൻസറായിട്ട്. അപ്പം ഞങ്ങൾക്ക് ക്ഷണമുള്ളത് കൊണ്ട് ഞങ്ങളും പോയി. ആദ്യം റൈഹാനത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കാറിലാണ് പോയത്, അവളുടെ കാറിലാണ് പോയത്. ഈ വഴി തന്നെ കണ്ട് ഞങ്ങൾ ഞെട്ടിട്ടോ. അത്രയ്ക്ക് രസമായിരുന്നു കേട്ടോ, കാണാനായിട്ട് ഭയങ്കര രസത്തിലായിരുന്നു കേട്ടോ. വഴിയൊക്കെ ഒരുപാട് അലങ്കരിച്ച് ലൈറ്റൊക്കെ ആയിട്ട് ഭയങ്കര രസത്തിലായിരുന്നു കേട്ടോ. എന്താ പറയുക, കണ്ടിട്ട് ഗൾഫാണെന്ന് തോന്നിപ്പോയി, അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഉള്ളിലേക്ക് കയറിപ്പോവാം. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് നോക്കാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ നിന്നിട്ടുണ്ട്. അത് പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് വീഡിയോസ് എടുക്കാനൊന്നും പറ്റില്ല, അത്ര തിരക്കാണ് കേട്ടോ. എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് ഗൈസ്. ഞാനും കൂടെ പോകും, അല്ലെങ്കിൽ ഞാനിവിടെ ഒറ്റയ്ക്കായി പോകും. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി നോക്കാം. സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഞങ്ങൾ വീടൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ഇവിടെ ഫോട്ടോസും വീഡിയോസും എടുക്കേണ്ടതൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി, പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് സ്റ്റേജിൽ നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇത്രയും വലിപ്പമുള്ളൊരു ചേച്ചീനെ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഒരു വയലിനൊക്കെ പിടിച്ചിവിടെ നിൽപ്പുണ്ട്, പക്ഷേ കസേരയായിട്ട് നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും നമുക്കൊന്ന് നോക്കാം. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. കറീസുകളൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഇവിടെ ഒരു വെള്ളപ്പം തരുമോ? ഒരു വെള്ളപ്പം തരുമോ? കരിഞ്ഞെണ്ണ വേണ്ടി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രൂട്ട്സ്, ഇഷ്ടംപോലെ ഫ്രൂട്ട്സ്. എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ICCൻ്റെ എല്ലാ ടീമുകളും ഉണ്ട്, എല്ലാ ടീമുകളും ഉണ്ട്. നമ്മൾ ഫ്രൂട്ട്സ് കഴിച്ച് മടുത്ത് നന്നായിട്ട് ഫുഡ് കഴിച്ചു. ആദ്യം മാംഗോ നേരെ ഒന്നാമത്തെ എന്താ കഴിക്കല്ലേ നോടുന്നത്. ഏതൊക്കെ കഴിക്കാം. മാംഗോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ. അത് സബർജല്ലി ഭയങ്കര മധുരം. ഇവിടെ ഈ ഫ്രൂട്ട് കഴിച്ചു ഭയങ്കര മധുരം. അവിടെ ഉണ്ട്. ഈ ഫോൺ കൊണ്ട് വെച്ചു പാട് വരും അറിയാം. ഓൺകൊണ്ട് വരണോ നോക്കൂ.
അയ്യോ, ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു വണ്ടിയിലേക്ക് താഴേക്ക് കൊണ്ടുപോകണം. അല്ല, നടക്കാനൊന്നും വയ്യ, നടക്കാനൊന്നും വയ്യ. അപ്പൊ നമ്മള് വണ്ടിൻ്റെ അടുത്ത് എത്തി. ചാടി ഇറങ്ങട്ടെ. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. നമുക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. എവിടെ കൊണ്ടാക്കണത്? നമ്മളെ വീട്ടിൽ കൊണ്ടാക്കി തരുമോ ചോദിച്ചാൽ, കാരണം എന്താ നല്ല സുഖം ആ വണ്ടി വരാൻ. കാരണം ഡാഷ് ചേർത്ത് ഞാൻ ഇവള് വിളിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ വിളിക്കണ്ട. ഓക്കെ, ഏതായാലും മലബാർ ഗോൾഡിൻ്റെ സൽക്കാരം ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. താങ്ക് യു.